നന്നാരി സർബത്ത് ഉണ്ടാക്കാൻ ആദ്യം തലേ ദിവസം കുതിർത്ത് വെച്ച നന്നാരി ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചതച്ചെടുത്ത ഈ നന്നാരി അതിലേക്ക് ആ വെള്ളത്തോടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2-3 ഏലക്കായ ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 കിലോ പഞ്ചസാര ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത് മെൽറ്റാവുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മെൽറ്റായിട്ടുണ്ട്. നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. തീ കൂടാൻ പാടില്ല, അപ്പോൾ കരിഞ്ഞു പോവും. ഇപ്പോൾ ഏകദേശം മെൽറ്റായി വരികയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈകളൊക്കെ ശ്രദ്ധിക്കണം, ചൂട് കൊണ്ട് പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൂരെ വെച്ചിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നന്നാരിയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അടിയിൽ ഉരുകി വന്നോളും. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു നൂൽപ്പരുവമാവുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം നന്നാരി സർബത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന നന്നാരി സർബത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് നമ്മുടെ നന്നാരി സർബത്ത് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുപ്പികളിലൊക്കെ വെച്ച് സൂക്ഷിക്കാം, കേടുകൂടാതെ ഫ്രിഡ്ജിലും വെക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് അതിലേക്ക് നന്നാരി സർബത്ത് 1 സ്പൂൺ ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് സൂപ്പർ സർബത്ത് അങ്ങനെ നമുക്ക് കുടിക്കാം. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ ഈ ചൂടുകാലത്ത് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് നന്നാരി സർബത്ത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ചാനലൊന്ന്